ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് അടിയനെയും സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ സിറ്റിയിലെ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൽ ഗസറ്റഡ് ഓഫീസറായിട്ട് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ ഗ്രൂപ്പ് എ പോസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ് 1 പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടാൻ വളരെ പ്രയാസമാണ്. ഏതാണ്ട് ഒരു 5% ആൾക്കാർക്ക് മാത്രമേ അവിടെ പ്രൊമോഷൻ ലഭിക്കുകയുള്ളൂ. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ മാസം ഒരു പോസ്റ്റ് വന്നു. അതിലേക്ക് 5 പേരുണ്ടായിരുന്നു. സീനിയോറിറ്റിയിൽ ഞാൻ 4ാമതായിരുന്നു. ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുത്തത്. അതിനുശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞു. സിസ്റ്റർ ഉപവാസ പ്രാർത്ഥനയിലും പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ ആ പോസ്റ്റ് ബ്രദറിന് തന്നെയാണ് എന്ന് പറഞ്ഞു. UPSCയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ അത് റിസൾട്ട് വന്നു. അത്ഭുതകരമായി ദൈവം IAS-ന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് എ പോസ്റ്റ് എന്ന് അടിയനെ മാനിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിവിടെ സാക്ഷിയായി നിൽക്കുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. മകൻ പഠിത്തം കഴിഞ്ഞ് ഒരു കമ്പനിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. ആ പഠിത്തം അപ്പോഴേ എന്നെ ഒരു കമ്പനിക്കാർ വിദേശത്ത് അയച്ചു. അവിടെ 3 മാസം കഴിഞ്ഞ് വീട്ടിൽ കയറ്റി വിട്ടു. വീട്ടിൽ വന്ന് അവനും അങ്ങനെ നിന്ന് പോകാൻ പറഞ്ഞു. അവൻ ഇനിയും പോകണം എന്ന് പറഞ്ഞു വേണ്ട. എന്നിട്ട് അവൻ്റെ നിർബന്ധത്തിൽ പോകാൻ വേണ്ടി ഒരാൾ കൊണ്ടുപോകുന്നു പറഞ്ഞു. അവന് 60,000 രൂപ ആളിൻ്റെ കയ്യിൽ കൊടുത്തു. അവർ പറഞ്ഞ ഡേറ്റ് എല്ലാം കഴിഞ്ഞു. യാതൊരു വിവരവുമില്ല. ആളിനെയും കാണാനില്ലായിരുന്നു. അപ്പോഴവൻ വീട്ടിൽ വഴക്കും, വീട്ടിൽ കൈ കിട്ടണ എല്ലാം പറക്കി ദൂരെ എറിയേക്കാം. ഇങ്ങനെയായപ്പോൾ ഞാൻ പ്രയാസത്തോടെ നിലവിളിച്ചുകൊണ്ട് സിസ്റ്ററിന് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ഉടനെ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. അതിൻ്റെ 3ാം ദിവസം തന്നെ പേപ്പറും ശരിയായി, ടിക്കറ്റ് വാങ്ങിയിട്ട് ആള് വന്നു. അന്ന് രാത്രി തന്നെ കയറി പോവുകയും ചെയ്തു. ഇത്രയും വലിയ ഒരു അത്ഭുതം പ്രവർത്തിച്ച യേശുവിന് 1000 നന്ദി. അടുത്ത് പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. 23 വർഷം കൊണ്ട് ഒരു തലവേദന. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഒരു ഫലവുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു തലയ്ക്ക് എണ്ണ വാങ്ങിച്ച് ആളുകൾ പറയുന്ന എല്ലായിടത്തും പോയി എണ്ണ വാങ്ങിച്ച് തരുമായിരുന്നു. എന്നിട്ട് ഒരു കുറവുമില്ല. ഈ കഴിഞ്ഞ മാർച്ച് മാസം ആദ്യത്തെ വ്യാഴാഴ്ച ആരാധനയിൽ ബ്രദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇതാ എൻ്റെ ഇടതുഭാഗത്ത് ഇരിക്കുന്ന ഒരു സഹോദരി തലവേദനയായിട്ട് ഇപ്പൊ തല മരവിപ്പാണ്. ഇതാ യേശുപ്പം തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സൗഖ്യമായി. അതിനുശേഷം ഇതുവരെ തലവേദന വന്നിട്ടില്ല. അതിനുശേഷം പച്ച വെളിച്ചെണ്ണ മാത്രമാണ് തേക്കുന്നത്. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച യേശുപ്പൻ 1000 നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷിയിൽ നിന്നും വിലപിക്കുന്നു. ആദ്യമായി എൻ്റെ മകന് വേണ്ടിയുള്ള ഒരു സാക്ഷ്യം പറയട്ടെ. എൻ്റെ മകന് കൂടെ പനി ഉണ്ടാകുമായിരുന്നു. ഈ പനിക്ക് ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് സൗഖ്യം കിട്ടും, ഭവനത്തേക്ക് മടങ്ങും. വീണ്ടും കൂടെ ഉണ്ടാകുന്ന പനി മുഖാന്തരം അങ്ങനെ വിഷമിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് വിചാരിച്ചിരിക്കാതെ നിലവിളിച്ചുകൊണ്ട് ഈ മകൻ അങ്ങ് മറിഞ്ഞു. തിരിച്ച് ബോധമില്ല, നിർജീവ അവസ്ഥയിൽ കിടക്കുകയാണ്. ചുറ്റുപാടുമുള്ള നാനാജാതി മതസ്ഥരായ ആളുകളും വന്നുകൂടി. ഉടനെ അവർ തന്നെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. ആദ്യം അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. അത്യാഹിത വിഭാഗത്തിൽ നിന്നും ഓക്സിജൻ കൊടുത്തു. ഓക്സിജനോടുകൂടെ സ്കാൻ ചെയ്യുന്നതിന് കൊണ്ടുപോയി. അങ്ങനെ ഭംഗിയായി അവർ ചികിത്സ തുടങ്ങി. പക്ഷേ വന്നുകൂടിയവർക്ക് ഇതൊന്നും തൃപ്തിയായില്ല. മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്ന് അവർ നിർദ്ദേശിച്ചു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത്, ഏതായാലും സ്ഥിതി വളരെ മോശമാണ്, ഒരു കാരണവശാലും ഇന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകരുത്. വഴിക്ക് വെച്ച് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ സംഗതി മോശം. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ദിവസം പ്രഭാതത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാം, അതുവരെ ചികിത്സിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഏത് രോഗമെന്ന് കണ്ടുപിടിക്കാതെ ജനറൽ എന്നുള്ള ആ മരുന്ന്, എല്ലാ രോഗങ്ങൾക്കും അടങ്കലായി കൊടുക്കുന്ന മരുന്ന് അവർ ഉപയോഗിച്ചു. അല്പ ആശ്വാസം കിട്ടി. 8 ദിവസം അങ്ങനെ ചികിത്സിച്ചു. അടുത്ത IC യൂണിറ്റിൽ നിന്ന് വാർഡിലേക്ക് എടുത്തു. 8ാം ദിവസം ഭവനത്തിലേക്ക് മടങ്ങി. വീണ്ടും ഒരു ബന്ധുവിന്റെ വീട്ടിൽ
ഉണ്ട്, അവരുടെ സംരക്ഷണയിൽ അല്പ ദിവസം മാറ്റി നിർത്താം എന്ന് വിചാരിച്ച് അവിടെ നിർത്തി. അവിടെ പനി ടെസ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവർ ദിവസവും നോക്കും, പനി ഇല്ല. പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു പനി ഉണ്ട്. ഉടനെ ആശുപത്രിയിൽ 2 ദിവസം അഡ്മിറ്റ് ചെയ്തു, പനി മാറി. എന്നിട്ട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി നേരെ അടുത്ത ഡോക്ടറെ അടുത്തേക്ക് സമീപിച്ചു. വിദഗ്ധമായ കിംസ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. അവിടെ നല്ല ചികിത്സ കിട്ടുമല്ലോ, ഒന്ന് പരിശോധിക്കാം. അങ്ങനെ പരിശോധിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയപ്പോൾ പനിയോ മറ്റ് രോഗാവസ്ഥകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഭാരപ്പെട്ടങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ഒരു കറുത്ത രൂപം കിംസ് ആശുപത്രിയുടെ 8ാം നിലയിലെ ഈ ബാല്യക്കാരൻ കിടക്കുന്ന കിടക്കയുടെ മുകളിലൂടെ ഒരു നിഴൽ ഇടുന്നത് പോലെ കണ്ടു. അപ്പോൾ സംഗതി മനസ്സിലായി, സംഗതി മോശമാണ്. നേരത്തെ പനി ഉണ്ടായിരുന്നപ്പോൾ ഇയാൾക്ക് ജന്നിയും വിറയലും ഒക്കെ ഉണ്ടായി മരിച്ചു പോകും എന്ന് വിചാരിച്ചു മരണവാർത്ത നാടുകളെ പരക്കുകയും ചെയ്തു. എന്നാൽ 2ാം പ്രാവശ്യം ഇതാണോ ദൈവമേ സ്ഥിതി എന്ന് ഭാരപ്പെട്ടപ്പോൾ യാതൊരു നിവൃത്തിയുമില്ല. പിന്നെ ആശ്രയമറ്റവരായി തീർന്നു. ഇനി ആശ്രയം ഒരു സ്ഥലത്തുമില്ല. കിംസ് ആശുപത്രി കഴിഞ്ഞ് ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഏത് ആശുപത്രിയാണുള്ളത്? ഏതായാലും ദൈവമേ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ വിടുതലിന് വേണ്ടി നേരെ പ്രയർ ഗാർഡനിലേക്ക് വിളിച്ചു. സിസ്റ്റർ ഫോൺ എടുത്തു, ഫോണിൽ കൂടെ വിവരം പറഞ്ഞു. ഫോണിൽ കൂടെ തന്നെ സിസ്റ്റർ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ പനി മാറി. ആശുപത്രിയിൽ സൂക്ഷിപ്പുകാരായിരുന്ന 2 പേരോടും വിളിച്ചു ചോദിച്ചു, എങ്ങനെ പനി മാറിയോ? ആ ഇപ്പൊ മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു ചോദിച്ചു, പനി പൂർണ്ണമായി മാറിയിരിക്കുകയാണ് എന്ന് അവിടെ നിന്ന് അറിവ് കിട്ടി. അതിനുശേഷം ഇന്ന് വരെ പനിയോ മറ്റു അസുഖങ്ങളോ ഉണ്ടായിട്ടില്ല. അങ്ങനെ 8 ദിവസം കിംസ് ആശുപത്രിയിലും ചികിത്സിക്കുകയുണ്ടായി. സർവശക്തനായ ദൈവം മനുഷ്യരാൽ അസാധ്യമായത് എല്ലാം സാധ്യമാക്കി തീർക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിക്കുവാൻ ദൈവം ഇവിടെ ഒരു സാക്ഷിയായി നിർത്തിയിരിക്കുന്ന അവിടുത്തെ കരുണകൾക്കായി കൂടാകൂടി സ്തോത്രം. അടുത്ത 2ാമതായി എനിക്ക് വേണ്ടിയുള്ള ഒരു സാക്ഷ്യമാണ്. ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും നിരവധി അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് ഈ കൈക്ക് ഒരു ചൊറിച്ചിലുണ്ടായ നീര് വ്യാപിച്ചു, വളരെ പ്രതിസന്ധികൾ നേരിട്ടു. എന്നാൽ സ്കിൻ ഡോക്ടറെ കാണിച്ചു. അങ്ങനെ ഒരു മെഡിക്കൽ കോളേജിലെ സ്കിൻ ഡോക്ടറെ കാണിച്ചു. അവർ ചികിത്സ തുടങ്ങി. അവരുടെ ചികിത്സ ഫലപ്രദമായില്ലല്ലോ എന്ന് കണ്ടിട്ട് അവർക്കും ഭാരമുണ്ടായി. അവർ മറ്റൊരു സംഘം ഡോക്ടർമാരുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. ആ ഡോക്ടർമാരെല്ലാം കൂടി ചികിത്സിച്ചു. എന്നിട്ട് കൈക്ക് നീരുണ്ടായതുകൊണ്ട് കൈ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇടാവൂ എന്ന് നിർദ്ദേശിച്ചു. അങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് നടക്കുകയായിരുന്നു ചില നാളുകളിൽ. ഏതായാലും അതിന് പൂർണ്ണത കണ്ടില്ല. വീണ്ടും അടുത്ത മറ്റൊരു സംഘം ഡോക്ടറെ ഏൽപ്പിച്ചു. ആ ഡോക്ടർ പറഞ്ഞു, നടത്തിക്കൊണ്ടിരിക്കുന്നതായ ചികിത്സ തുടർന്നാൽ മതി. അങ്ങനെ ആ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലും ആശ്വാസം ഉണ്ടായില്ല. വീണ്ടും പ്ലാസ്റ്റിക് സർജറി നടത്തുന്ന ഡോക്ടറെ കാണിക്കാൻ പോയി. അപ്പോഴെല്ലാം ആദ്യത്തെ ഡോക്ടർ കൂടെ വരുമായിരുന്നു. അവർക്ക് വളരെ മനസ്താപം തോന്നിപ്പോയി. കൈ ഊതി വീർത്ത് നീരുണ്ടായി. ആ നീരിൽ നിന്ന് ആ ജലം ഇറ്റിറ്റ് വീഴുമായിരുന്നു. അങ്ങനെ ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ ഇവിടെ ഈ പ്രാർത്ഥനാലയത്തിൽ വന്നിട്ട് ഇവിടെ ഇരുന്ന് കർച്ചീഫ് കൊണ്ട് കൈ മൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോഴപ്പോഴായിട്ട് അടുത്തിരിക്കുന്നവരൊക്കെ ഈ കയ്യിൽ നോക്കും. അവർക്കും ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്ന് ഈ ഭാഗത്ത് നിന്ന് സിസ്റ്ററും ബ്രദറും 2 പേരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിലൂടെ അത്ഭുതമായ വിടുതൽ ദൈവം അയച്ചു. ഇപ്പോൾ കൈക്ക് യാതൊരു കുഴപ്പവുമില്ല. ദൈവസന്നിധിയിൽ അത്ഭുതത്തിന്റെ അനുഭവം തന്നിരിക്കുകയാണ്. ദൈവത്തിന് കോടാകോടി സ്തോത്രം. ദൈവമഹത്വത്തിന് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു സാക്ഷി പറയാനാണ്. എനിക്ക് വേണ്ടിയാണ്. എൻ്റെ വയറ്റിൽ ഒരു കട്ടിയുണ്ടായിരുന്നു. ആ കട്ടി ആദ്യം വേദനയൊന്നും ഇല്ലായിരുന്നു. പിന്നീട് അത് വേദന തുടങ്ങി. എൻ്റെ വേദനയായി വയറ്റിനകത്ത് പുണ്ണുപോലെയൊക്കെ ആയി. കുനിയാനോ നൂരാനോ ഉള്ള അവസ്ഥ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ആഹാരം കഴിക്കുമ്പോൾ വയറ് കയറി പെരി വരും. കർത്താവേ, ഞാൻ ഇവിടെ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ ഞാൻ വന്നു. കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് വന്നത്. എൻ്റെ യേശു, എനിക്ക് വയറുവേദന സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. അപ്പം എൻ്റെ ഈ കട്ടി ഇവിടെ ആരാധന തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു. എൻ്റെ യേശു, ആ ആരാധനയിൽ ഞാൻ നിലവിളിച്ചു. അപ്പോൾ എൻ്റെ വയറുവേദന എനിക്ക് മാറ്റി തരണമേ എന്ന് നിലവിളിച്ചു. ആ വയറ്റിൻ്റെ കട്ടിയും ഭാരവും എല്ലായിടത്തും മാറ്റണമേ എന്ന് ഞാൻ നിലവിളിച്ചു. ആ സമയത്ത് ബ്രദർ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവേ, ആ ബ്രദർ വിളിച്ചു പറയുകയുണ്ടായി, അനേകം സഹോദരങ്ങളുടെ മുഴയും കട്ടിയും എല്ലായിടത്തും മാറ്റുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു.
ആ സമയത്ത് തന്നെ എൻ്റെ ആ കട്ടി അലിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി. കർത്താവേ, എൻ്റെ ആ വേദനയെല്ലാം മാറി, എൻ്റെ വയറ്റിനകത്തുള്ള പുണ്ണെല്ലാം മാറി. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ചു കർത്താവേ. പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി എനിക്ക് ഡോക്ടറോട് ഞാൻ പറഞ്ഞു, എൻ്റെ വിവരങ്ങളെല്ലാം, രോഗങ്ങളുടെ വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ RROയിൽ കൊണ്ടുപോയി ഒരു സ്കാനിങ് എടുത്തു. ആ സ്കാനിങ് തിരിച്ച് അവിടെയും ഞാൻ ഇങ്ങനെ തന്നെ നിലവിളിച്ചുകൊണ്ടിരുന്നു. എനിക്ക് സൗഖ്യം എവിടെ തരണമേ, എനിക്ക് മരുന്ന് കഴിക്കുവാൻ വയ്യ എന്ന് ഞാൻ നിലവിളിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ല പറഞ്ഞു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ യേശുവപ്പന് കോടാനക്കോടി സ്തുതി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ എനിക്ക് 3 മാസം സ്കൂളിൽ പോകാൻ കഴിയില്ലായിരുന്നു. ഒരു ഓപ്പറേഷനായി കിടന്നു. ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞ് പരീക്ഷ എഴുതണ്ടായിരുന്നു. ഞാൻ ആൻറ്റിയോട് വിളിച്ച് പ്രാർത്ഥിച്ചു. ആൻറ്റി ഇപ്രകാരം അരുളി ചെയ്തു, പരീക്ഷ എഴുതി ഉന്നത വിജയം നേടുമെന്നും ആഗ്രഹിക്കുന്ന സ്കൂളിൽ ആഗ്രഹിക്കുന്ന വിഷയം തന്നെ കിട്ടുമെന്നും ആലോചന പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ 50% മാർക്ക് വാങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ 65% മാർക്കോടെ ജയിക്കുകയും കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച വിഷയം തന്നെ ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ സാക്ഷ്യം പറയാതെ മാറി നടന്നു. ഞാൻ +2 പരീക്ഷ എഴുതി എനിക്ക് 2 വിഷയം പോയി. ഇത്രയും സഹായം ചെയ്ത ദൈവത്തിന് വേണ്ടി നന്ദി പറയുന്നു. കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്ന എനിക്ക് വേണ്ടിയാണ്. ഞാൻ എയർഫോഴ്സിൽ ടെക്നിക്കൽ ഓഫീസർ പോസ്റ്റിലേക്കുള്ള ഒരു ടെസ്റ്റിൽ അപ്ലൈ ചെയ്തിരുന്നു. അതിൽ റിട്ടേൺ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും ഇന്റർവ്യൂവിലും ഞാൻ പാസ്സായി. എന്നാൽ മെഡിക്കൽ ടെസ്റ്റിൽ ഞാൻ അൺഫിറ്റായി. വളരെ വിഷമത്തോടെ ഈ ജോലി എനിക്ക് ലഭിക്കുകയില്ല എന്ന അവസ്ഥയിൽ ഞാൻ ഒരു വ്യാഴാഴ്ച ആരാധനയിൽ ഇവിടെ പങ്കെടുത്തിരുന്നു. ആരാധനയ്ക്ക് ശേഷം സിസ്റ്റർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഞാൻ എൻ്റെ വിഷയം സിസ്റ്ററിനോട് പറഞ്ഞു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മകൻ ഈ ജോലി തന്നെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സിസ്റ്റർ അറിയിച്ച ദൈവാലോചനയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അപ്പീൽ കൊടുക്കുകയും അങ്ങനെ തന്നെ റീ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി വിളിക്കുകയും ചെയ്തു. ഏത് മെഡിക്കൽ ബോർഡ് എന്നെ അൺഫിറ്റ് എന്ന് വിധി എഴുതിയോ അതേ മെഡിക്കൽ ബോർഡിന്റെ ടെസ്റ്റിൽ തന്നെ എനിക്ക് മെഡിക്കൽ ഫിറ്റ് ആകുവാൻ കഴിഞ്ഞു. അങ്ങനെ എനിക്ക് ആ ജോലി ലഭിക്കുകയും ചെയ്തു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ പപ്പയ്ക്ക് 20 വർഷമായി ഷുഗറിൻ്റെ അസുഖത്തിന് ചികിത്സയിലായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പപ്പയ്ക്ക് കാലിൽ ഒരു കമ്പി കൊള്ളുകയും അത് പഴുത്ത് വലിയ മുറിവായി തീരുകയും ചെയ്തു. 2 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിച്ചു. ഒരു സൗഖ്യവും കിട്ടിയില്ല. കാൽ ഡ്രസ്സിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കാൽ മുറിക്കണമെന്ന്. നിലവിളിയുടെ മധ്യത്തിൽ സിസ്റ്ററിൻ്റെ ഫോണിലൂടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കാൽ മുറിക്കുകയില്ല, കർത്താവ് പരിപൂർണ സൗഖ്യം തന്നിരിക്കുന്നുവെന്ന്. അടുത്ത ദിവസം കാൽ ഡ്രസ്സിങ് ചെയ്തപ്പോൾ മുറിവ് കരിയുവാനായിട്ട് തുടങ്ങി. പിന്നെ എൻ്റെ പപ്പയ്ക്ക് പരിപൂർണ സൗഖ്യം തന്നു. 2 കാലം സുഖത്തോടെ ഇവിടെ വന്ന് സാക്ഷി പറയാനുള്ള കൃപ എൻ്റെ യേശു തന്നിരിക്കുന്നു. ഇത്രയും സൗഖ്യം തന്ന എൻ്റെ യേശുവിന് 1000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. 8 വർഷമായി മാനസിക രോഗിയായി, പല രോഗങ്ങളുമായിട്ട് നടക്കാനായി, കൈയെല്ലാം പറയും, 2 കണ്ണ് കണ്ടുകൂടാതായി. ഇങ്ങനെയെല്ലാം ഇരിക്കവേ ഞാൻ കഴിഞ്ഞ 2ാം ശനിയാഴ്ച വന്നപ്പം ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ഒരു തങ്കപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ മരണത്തിൽ വെല്ലടിക്കുകയാണ്, ഇപ്പം തൊട്ട് സൗഖ്യമാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ റോഡിലൊക്കെ ഇറങ്ങിപ്പോയി, പിടിച്ചാങ്കോല് വരെ നടന്നു പോയിരിക്കുന്നു. ഒത്തിരി നല്ല സൗഖ്യം തന്ന യേശുവപ്പന് ഓടാടി നന്ദി അർപ്പിക്കുന്നു. ഇവിടുത്തെ ബ്രദറിനും സിസ്റ്ററിനും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ വിവാഹം കഴിഞ്ഞ് 5 വർഷങ്ങളായി. 4 വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെയിരുന്നു. പല ട്രീറ്റ്മെൻറ്റും നടന്നു, എന്നിട്ട് ഫലമുണ്ടായില്ല. ഞാൻ സിസ്റ്ററിനോട് ഫോണിൽ വിളിച്ച് പറഞ്ഞു. സിസ്റ്റർ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറഞ്ഞു ഈ മാസം തന്നെ ദൈവം നിനക്ക് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം ആ മാസം തന്നെ എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് ഒരു ആൺകുഞ്ഞിനെ ദൈവം തന്നു. ആ ദൈവത്തിന് കോടാകോടി സ്തോത്രം പറഞ്ഞു. സാക്ഷി ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും
നെയ്യാറ്റിങ്കര പ്രയർ ഗാർഡൻസിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ അനുഗ്രഹിച്ച യേശുപ്പന് കോടാനുകോടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ സാക്ഷ്യത്തിലേക്ക് കിടക്കുന്നു. ഞാൻ 20 വർഷത്തോളം കാലമായി പുകവലി സ്ഥിരമായിട്ട് പുകവലിച്ചുകൊണ്ടിരുന്ന ആളാണ്. കാരക്കുളം CSI സ്റ്റേഡിയത്തിൽ ബ്രദറിൻ്റെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. 15, 16, 17 തീയതികളിലാണ് കൺവെൻഷൻ. ആ സമയത്ത് ഞാൻ 16-ാം തീയതി കൺവെൻഷനിൽ പങ്കെടുക്കുകയും ആരാധന മധ്യേ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ 2 കണ്ണിന് കാഴ്ച ശക്തി തന്ന യേശു ഒപ്പൻ എൻ്റെ പുകവലി മാറ്റി തരില്ലയോ എന്ന് വിചാരിക്കും. അങ്ങനെ ആ മനപ്രയാസത്തോടെ ആ സമയം തന്നെ ബ്രദർ വിളിച്ചു പറയുണ്ടായി. മനംനൊന്ന് പ്രാർത്ഥിക്കുന്ന പ്രേംകുമാർ 3 പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു, പുകവലി കറുത്ത പുകവലിയിൽ നിന്ന് വെടിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ പാക്കറ്റിൽ സിഗരറ്റ് ഉണ്ടായിരുന്നു, ബീഡി ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ പോയതിനു ശേഷം അന്ന് വരെ വലിച്ചുകൊണ്ടിരുന്ന ഞാൻ അതിനുശേഷം ഇതുവരെ ഈ നിമിഷം വരെ പുകവലിയോ ഒന്നും എല്ലാം മാറ്റി എനിക്ക് വിടിവിച്ച യേശുപ്പന് കോടാനുകോടി നന്ദി കോടാനുകോടി നന്ദി യേശുപ്പൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകൾക്ക് 10 വർഷം ശ്രമിച്ചിട്ട് വിവാഹം നടക്കാതെയായിരുന്നു. ഞാനിവിടെ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ബ്രദർ വിവാഹം നടക്കാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൈ ഉയർത്തി പറയുകയായിരുന്നു. ഞാനും ആ കൂട്ടത്ത് കൈ ഉയർത്തി. ബ്രദർ വിളിച്ചു പറഞ്ഞു, 6 മാസത്തേക്കകം ഒരു മാതാവിൻ്റെ മകൾക്ക് വിവാഹം നടക്കുമെന്നു. അതുപോലെ തന്നെ ഒരു സഭയിലെ പാസ്റ്റർ എൻ്റെ മകളെ കല്യാണം കഴിക്കുകയും ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ആസ്റ്റിൻ അയ്യപ്പൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം എൻ്റെ ജീവിതത്തിൽ കൂടെ ചെയ്ത നന്മകൾക്കാണ് ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നത്. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു പനി വരികയും നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ കൊണ്ടുപോയപ്പോൾ പറഞ്ഞ് ECG എടുക്കണം, X-ray എടുക്കണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഡോക്ടർമാർ പറഞ്ഞ 4 ടെസ്റ്റുകൾ ഞാൻ ചെയ്തുകൊണ്ട് കൊടുത്തു. കാർട്ടിൻ്റെ തകരാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അസുഖം വരുന്നത് 3ാമത്തെ പ്രാവശ്യമാണ്. അമ്മയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ആ ആഴ്ചയിലുള്ള ഞായറാഴ്ചത്തെ ആരാധനയിൽ ഞാനിവിടെ കടന്നു വന്നു. ആരാധന കഴിഞ്ഞതിന് ശേഷം ഞാൻ സിസ്റ്ററോട് പ്രാർത്ഥനയ്ക്കായി ഇവിടെ കടന്ന് ഈ വരിയിലേക്ക് വന്നു. സിസ്റ്റർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അമ്മയുടെ അവസ്ഥയാണ് പറഞ്ഞത്. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, പിതാവേ, ഈ മകളുടെ മാതാവിന് പരിപൂർണ സൗഖ്യം അയച്ചു കൊടുത്തതിനായി സ്തോത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്ഷണത്തിൽ തന്നെ എൻ്റെ അമ്മ ഞാൻ ഇവിടുത്തെ ആരാധന കഴിഞ്ഞ് പോയപ്പോൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുവാനും അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ വളരെ മാറ്റങ്ങൾ ഉണ്ടാകാനും സംഭവിച്ചു. അതുമാത്രവുമല്ല, മെഡിക്കൽ കോളേജിൽ മുമ്പ് ഡോക്ടറെ കാണിക്കുമ്പോൾ കാർട്ടിന് തകരാറാണെന്നും ഒരു ഓപ്പറേഷൻ നടത്തിയാലേ ഇത് കംപ്ലീറ്റ് ആയി മാറുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. കുനിഞ്ഞു നിന്ന് ഒരു വക ജോലി ചെയ്യുകയോ ഒരു തൊട്ടി വെള്ളം പോലും എടുക്കുകയോ ചെയ്യരുത് എന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞ് സിസ്റ്റർ പ്രാർത്ഥിച്ച ക്ഷണത്തിൽ തന്നെ ഒരു തിങ്കളാഴ്ച എൻ്റെ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിലേക്ക് അയക്കുകയും ഭവനത്തിൽ പോയതിന് ശേഷം എൻ്റെ അമ്മ വളരെ ദൂരത്തു നിന്ന് ചെമട്ട് വെള്ളം കോരുകയും അമ്മ കുനിഞ്ഞു നിന്ന് ജോലികൾ ചെയ്യുന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച യേശുക്രിസ്തുവിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വിഷയങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷ്യം പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാനൊരു ഹിന്ദു കുടുംബത്തിലേതാണ്. കഴിഞ്ഞ 7 വർഷമായി ഞാൻ രക്തം ഛർദ്ദിക്കുകയുണ്ടായി. ചികിത്സിച്ചിട്ടെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ 4 ആഴ്ചയ്ക്ക് മുമ്പിലുള്ള ഒരു ആരാധനയിൽ ഞാനിവിടെ പങ്കെടുക്കുകയുണ്ടായി. ഞാൻ സിസ്റ്ററിൻ്റെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ തന്നെ യേശു എന്നെ തൊട്ടു സൗഖ്യമാക്കി. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ യേശുവിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്.
കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് എനിക്ക് കിഡ്നിയുടെ അസുഖമായിട്ട് വളരെ പ്രയാസത്തോടും സങ്കടത്തോടും കൂടി ഞാൻ വീട്ടിൽ മരുന്ന് വാങ്ങിച്ചു വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. ഈ പുതിയ കാളിലിരിക്കുകയായിരുന്നു. അപ്പോൾ സിസ്റ്റർ വിളിച്ച് പറഞ്ഞു, ഇതാ കിഡ്നിയുടെ അസുഖമുള്ള 6 പേരെ കർത്താവ് തൊട്ടിരിക്കുന്നു, അതിലൊന്ന് ഞാനാണ്. ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് അപ്പോൾ തന്നെ സുഖമാവുകയും ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് കോടി നന്ദി പറയുന്നു. വീണ്ടും സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് തന്നെ. ഞാൻ കഴിഞ്ഞ 13 വർഷം കൊണ്ട് ഗൾഫ് രാജ്യത്തായിരുന്നു. അങ്ങനെ എൻ്റെ പാസ്പോർട്ട് സൗദി വാങ്ങിച്ചു വെച്ചിട്ട് 8 മാസത്തിന് മുമ്പ് വാങ്ങിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്നെ നാട്ടിലയക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് അയക്കാം, നാളെ അയക്കാം, 1 മാസം ആവട്ടെ 2 മാസം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 8 മാസം കഴിഞ്ഞു. എന്നിട്ടും നാട്ടിലയക്കാതെയും കൊണ്ട് വളരെ സങ്കടത്തോടും പ്രയാസത്തോടും കൂടിയിരുന്നു. അങ്ങനെ ഇരുന്ന് ഞാൻ വളരെ പ്രയാസത്തോടും കൂടി സിസ്റ്ററിന് ഞാൻ ഫോൺ ചെയ്യുകയായിരുന്നു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇതാ കർത്താവ് തൊട്ടിരിക്കുന്നു, ഇതാ ഉടനെ തന്നെ നാട്ടിലയക്കുമെന്ന്. ആ പ്രകാരം തന്നെ എൻ്റെ 3-ാം ദിവസം ടിക്കറ്റിൻ്റെ കാശ് തരികയും എൻ്റെ പാസ്പോർട്ട് അടിച്ചു തരികയും എൻ്റെ ശമ്പളം തീർത്ത് തരികയും ചെയ്തു. ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് കോടി നന്ദിയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വിടിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഉണ്ടായിരുന്നു. എന്നാലും ഈ എക്സാമിന് വേണ്ടി ഞാൻ സിസ്റ്ററിനോട് വന്ന് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരിക്ക് ദൈവം മാനിച്ചു. ദൈവം സിവിൽ സർവീസ് പരീക്ഷയിൽ എൻ്റെ കൂട്ടുകാരി മിത്രയ്ക്ക് 10ാമത്തെ റാങ്ക് നൽകി IAS ലഭിക്കുവാൻ ദൈവം സഹായിച്ചു എന്ന് ദൈവത്തിന് ഞാൻ സ്തുതിക്കുന്നു. ആദ്യം രണ്ടാമതായി ഞാൻ ഈ പരീക്ഷയുടെ 3 ഘട്ടത്തിലും വന്ന് കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും സിസ്റ്ററിനോട് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ സിസ്റ്റർ വഴി ദൈവം എന്നോട് പറഞ്ഞിരുന്നു, ദൈവം ഉന്നത വിജയം തന്ന് മാനിക്കുമെന്ന്. അതുപോലെ ഈ പരീക്ഷയിൽ പാസ്സായി 70ാം റാങ്ക് ലഭിക്കുവാനും ദൈവം എനിക്ക് കൃപ നൽകിയതിനായി ദൈവത്തിനോട് കോടാനുകോടി സ്തുതി അർപ്പിക്കുന്നു. എനിക്ക് പല കഷ്ടങ്ങളും ഉണ്ടായിരുന്നു, ജോലിയുടെ ഇടയ്ക്കും ഭാഷയുടെ കഷ്ടത്തിലും എല്ലാം ഈ പരീക്ഷ എഴുതുവാൻ. എന്നാൽ എല്ലാത്തിനും ദൈവം എൻ്റെ കൂടെ ഇരുന്നതിനായി ഞാൻ സ്തുതി അർപ്പിക്കുന്നു. ഇനി ഈ ജോലിയിൽ ഇരുന്ന് വേല ചെയ്യുമ്പോൾ ദൈവത്തിനൊരു സാക്ഷിയായി നിൽക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ അപേക്ഷിക്കുന്നു.